വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. ഐ ആം റസീന ജമാൽ. സാരി ഡ്രേപ്പ് ചെയ്തേക്കുന്ന കാണുമ്പോൾ അറിയാലോ, സാരിയുടെ വീഡിയോ ആണ് കാണിക്കുന്നത്. ബ്യൂട്ടിഫുൾ സാരി, ഇൻഡിഗോ ഷെയ്ഡ്, എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള സാരീസാണ് കേട്ടോ. നിങ്ങൾക്ക് ലേസി ആയിട്ട് ഇങ്ങനെ ഉടുക്കാൻ പറ്റിയ ഒരു സാരിയാണ്. അധികം നമുക്ക് പ്ലീറ്റ് ചെയ്തൊന്നും ഉടുക്കണ്ട, പെട്ടെന്ന് എടുത്ത് ഉടുക്കണം എന്നൊക്കെ ഉള്ളത്. സിമ്പിളായിട്ട് ഈ ഒരു ക്ലൈമറ്റിന് ബെസ്റ്റാണ്. ഈ ഒരു സാരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്ലാസി ആയിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ. നല്ല ഇങ്ങനെ സിംപ്ലി നമുക്ക് ഇന്ന് ചുമ്മാ ഇടാനൊക്കെ നല്ലതാണ്. ഒത്തിരി പ്ലീറ്റ് ചെയ്ത് നീറ്റ് ഫിനിഷിലൊന്നും കൊടുക്കണ്ട. നമുക്കൊരു ഓഫീസ് യൂസിനോ അല്ലെങ്കിൽ നോർമൽ യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് ഞാനിപ്പോൾ സെപ്പറേറ്റ് ആണ് പെയർ ചെയ്തേക്കുന്നത്. ഇതിന് വന്നേക്കുന്നത് സെയിം ബ്ലൗസ് തന്നെയാണ് വന്നേക്കുന്നത്. ബ്ലൂ കളർ തന്നെയാണ് ബ്ലൗസ് വരെ കേട്ടോ. ഇൻഡിഗോ ഷെയ്ഡിൽ തന്നെ ഡിഫറെൻറ്റ് പാറ്റേൺസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു 4 ഡിഫറെൻറ്റ് കളേഴ്സാണ് നമുക്ക് ഇപ്പോൾ വന്നേക്കുന്നത്. അതിൽ ഡിസൈൻസ് എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിട്ടാണ് വരിക. അപ്പോൾ ഇതെല്ലാം കൂടെ ഓപ്പൺ ചെയ്യലും നമുക്ക് പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് ഇതിൻ്റെ ഡിസൈൻസ് ഡിഫറെൻറ്റ്. ഇപ്പം ഇൻഡിഗോ ഷെയ്ഡ് ആണെങ്കിൽ ഇൻഡിഗോയിൽ 4 ഡിഫറെൻറ്റ് ഡിസൈൻസ് ആയിരിക്കും വരിക. അത് നമ്മൾ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമുള്ളത് അത് നോക്കിയിട്ട് എടുക്കുക. ഞാനൊരു 4 സിംപ്ലി ഓപ്പൺ ചെയ്ത് കാണിക്കുക. ഈ ഒരു ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇൻഡിഗോ ഷെയ്ഡ് പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇൻഡിഗോ ഷെയ്ഡ് കളർ ബ്ലീഡ് ആവും. ഫസ്റ്റ് വാഷ് ഒന്ന് പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ വാഷ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഐറ്റം. ഇൻഡിഗോ ഏത് ഡ്രസ്സ് എടുത്താലും ഇൻഡിഗോ നമ്മൾ ഫസ്റ്റ് വാഷ് ചെയ്യുമ്പോൾ കളർ പോകുന്ന എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാം. പക്ഷേ ഇൻഡിഗോയുടെ അത്രയൊരു ഭംഗി വേറെ ഒരു സാരിക്കില്ല താനും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതെന്താ നിങ്ങൾ ഡ്രൈ വാഷ് ചെയ്യുക, പ്ലെയിൻ വാട്ടറിൽ വാഷ് ചെയ്യുക. പിന്നെ സ്റ്റാർച്ച് വേണ്ടവർക്ക് സ്റ്റാർച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ഭയങ്കര സോഫ്റ്റാണ്. അങ്ങനെ ചേർന്ന് കിടക്കുന്ന ഒരു ക്ലോത്തിലാണ് ഇത് വന്നിരിക്കുന്നത്. ട്രഡീഷണൽ ലുക്കാണ് ഈ ഒരു കളേഴ്സിനും ഈ ഒരു സാരിക്കും ഒക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെ കേട്ടോ. ഉടുത്താൽ ഒരു എലഗൻറ്റ് ലുക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളക്ഷൻസ് കാണാം. ഇത് ഫസ്റ്റ് സാരി വരുന്നത് ഇതുപോലെ നല്ല രസമുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഈ 4 ഡിഫറെൻറ്റ് കോമ്പിനേഷനിലാണ് ഇത് വരെ. ഒരു റെയർ ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ. കോട്ടൺസിലും ഇങ്ങനത്തെ എത്നിക് സെറ്റ്സിൽ സാരീസിലൊക്കെ വരുന്ന കളേഴ്സാണ്. ഇതിൻ്റെ സെറ്റ്സൊക്കെ വരുമ്പോഴും ഇതേപോലെ തന്നെയാണ്. ഇൻഡിഗോ, ഈ പിങ്ക്, യെല്ലോ, ഈ ഒരു കളറൊക്കെയാണ് എപ്പോഴും വരിക. നല്ല രസമാണ് ഈ ഒരു പ്രിൻറ്റ് വരുന്നത് കേട്ടോ. ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സാരിയുടെ ഈ കളറിൽ ഒരു സാരിയുടെ പ്രിൻറ്റാണ് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. ബാക്കിയെല്ലാം ഞാൻ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തേക്കാം. 4 ഡിഫറെൻറ്റ് കളേഴ്സ്. ഇതിൻ്റെ പ്ലെയിൻ ബ്ലൗസാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള സാരിയാണ്. പല്ലു ഇതുപോലെ ആൻഡ് ബോഡി പോർഷൻ ഫുൾ ഇങ്ങനെയാണ് വരിക. ബോർഡേഴ്സ് വന്നിട്ടുണ്ട്. 1350 ആണ് റേറ്റ് വരിക. നെക്സ്റ്റ് കളർ പിങ്ക്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിങ്ക് ഷെയ്ഡാണ് വന്നേക്കുന്നത്. ഇതാണ് പല്ലു പോർഷൻ. ബ്ലൗസ് വന്നേക്കുന്നത് സെയിം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ബോഡി പോർഷനിൽ ഫുൾ ഇങ്ങനെ നല്ല സോഫ്റ്റാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ഫിനിഷിൽ നമ്മൾ ചേർന്ന് കിടക്ക് കൊടുത്താൽ സിംപ്ലി വെയർ ചെയ്യാൻ പറ്റിയൊരു സാരിയാണ്. നല്ല രസമുള്ളൊരു പ്രിൻറ്റുമാണ് വന്നേക്കുന്നത്. പിങ്കാണ് ഷെയ്ഡ് വന്നേക്കുന്നത്. നല്ല പ്രിൻറ്റുകളാണ്. ബ്ലൗസ് കണ്ടോ, ഇതുപോലെയാണ് ബ്ലൗസ് വരുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ്. നിങ്ങൾക്ക് ഈ ഒരു പാറ്റേണിൽ വേണമെങ്കിൽ ബ്ലൗസ് ചെയ്യുക, അല്ല ബോട്ടനൊക്കെ ചെയ്താലൊക്കെ നല്ല ഭംഗിയിലിരിക്കുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ. നെക്സ്റ്റ് സാരി വരുന്നത് ഗ്രീൻ. ഇതും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗ്രീൻ കോമ്പിനേഷൻ. ഇതിനകത്ത് ഡിസൈൻ വന്നിരിക്കുന്നത് മാംഗോ ഡിസൈനാണ്. 4 ഡിഫറെൻറ്റ് ഡിസൈൻസ് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള പല്ലു. 1350 ആണ് റേറ്റ് വരിക. ബ്ലൗസ് വന്നിരിക്കുന്നത് സെയിം ഇതുപോലെ പ്ലെയിൻ വന്നിട്ട് ബോർഡേഴ്സാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് സാരി വരുന്നത് ഇതുപോലെ ഗ്രേ ആണ് ഷെയ്ഡ് വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്രേ ഷെയ്ഡ്. ഈ ഒരു ഷെയ്ഡൊക്കെ ഇതിനകത്ത് പ്രത്യേകതയാണ് കേട്ടോ. ഈ സാരി ഈ കളർ കോമ്പിനേഷൻ കൊടുക്കുമ്പോൾ എല്ലാ ഏജുകാർക്കും ഒരുപോലെ ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയുമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് ഡിസൈൻസ് ഉണ്ട്. അതിൻ്റെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തേക്കാം. നല്ല ഭംഗിയുള്ള സാരീസാണ്. ബുക്കിംഗ്സ് സൈറ്റ് ആണ് ചെയ്യുക. www.glitzindia.com ആണ് സൈറ്റ് ID. വീഡിയോസൊക്കെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു അഗൈൻ വിത്ത് അതർ വീഡിയോ. താങ്ക് യു. നമ്മുടെ സൈറ്റ് ബുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചു. സൈറ്റ് എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അതുപോലെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി. നമ്മുടെ സൈറ്റിൽ ബുക്ക് ചെയ്യാനായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ ഡിസൈൻ ചെയ്തേക്കുന്നത്. സൈറ്റ് ID എന്ന് പറഞ്ഞാൽ www.glitzindia.in ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മുതൽ തുടങ്ങാം. നിങ്ങളിപ്പോൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബിൽ ഓരോ വീഡിയോയുടെയും താഴത്തായിട്ട് ഷോർട്സ് അല്ല, ഡീറ്റെയിൽഡ് വീഡിയോയിൽ താഴത്തായിട്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കുർത്തിയുടെ ആണെങ്കിൽ ഓരോ കുർത്തീസിനും ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ആ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതിന് മുമ്പ് തന്നെ ഫസ്റ്റ് നമ്മളൊരു ന്യൂ അറൈവൽസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതൊരു ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് സ്ക്രീനിൽ ഇവിടെ കാണിക്കുന്നുണ്ടാവും. നിങ്ങൾ നോക്കി അറിയാൻ പറ്റും. ആ ഒരു ലിങ്കിൽ യൂട്യൂബിലെ കാണുന്നെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിലേക്ക് എത്തും. അതിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ സെയിം കുർത്തീസാണ് എടുക്കുന്നതെങ്കിൽ കുർത്തീസിൻ്റെ സൈസസ് താഴെ കാണിക്കുന്നുണ്ടാവും. 38, 40, 42 അങ്ങനെ കാണിക്കുന്നുണ്ടാവും. ആ കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാതെ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റില്ല.
കുർത്തിയുടെ സൈസ് സെലക്ട് ചെയ്യാം. 38 ആണ് സെലക്ട് ചെയ്യുന്നത്. 38 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആഡ് ടു കാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ബൈ നൗ ചെയ്യാവുന്നതാണ്. ആഡ് ടു കാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത ഒരു പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. 3 ഓപ്ഷൻസ് ആണ് നമുക്ക് ഉള്ളത്. പിന്നെ കൊറിയറിന് ഉള്ളത് DTDC, പോസ്റ്റൽ, പിന്നെ കളക്ട് ഫ്രം സ്റ്റോറും ഉണ്ട്. DTDC ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്യാം. പോസ്റ്റലാണെങ്കിൽ പോസ്റ്റൽ സെലക്ട് ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ആണെങ്കിൽ കളക്ട് ഫ്രം സ്റ്റോർ ചെയ്യാം. കളക്ട് ഫ്രം സ്റ്റോർ ഓപ്ഷൻ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇവിടെ വന്ന് ഡയറക്റ്റ് നിങ്ങൾ എടുക്കേണ്ടി വരും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കുക. പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോകും. അതിൽ ഗൂഗിൾ പേ, ക്രെഡിറ്റ് പേയ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ കാർഡ് എല്ലാം ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഗൂഗിൾ പേ ആണെങ്കിൽ ഗൂഗിൾ പേ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വെരിഫിക്കേഷൻ കോഡ് ഗൂഗിൾ പേയിലേക്ക് പോകുന്നുണ്ടാവും. അതൊന്ന് കൺഫേം ചെയ്ത് കൊടുക്കുക. UPI ID ചോദിക്കുന്നുണ്ടാവും. ഗൂഗിൾ പേയിൽ നിങ്ങളുടെ UPI ID ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കുക. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഗൂഗിൾ പേയിൽ ചെയ്യില്ലേ, അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെ ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞത് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോഴാണ്. ന്യൂ അറൈവൽസിലാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കാണുന്നുണ്ടാവും. അതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബൈ നൗ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 2 പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രൊഡക്റ്റ് നിങ്ങൾ ആഡ് ടു കാർട്ട് ചെയ്യുക. നെക്സ്റ്റ് പ്രൊഡക്റ്റ് സെലക്ട് ചെയ്തിട്ട് അതും ആഡ് ടു കാർട്ട് ചെയ്തിട്ട് പിന്നെ പ്ലേസ് ഓർഡർ കൊടുത്ത് അതിലേക്ക് പോവുക. പിന്നെ ഇപ്പോൾ നിങ്ങളല്ലാതെ ബ്രൗസറിൽ www.glitzindia.in സെർച്ച് ചെയ്തിട്ടാണ് കയറുന്നതെങ്കിൽ സൈറ്റിലായിരിക്കും, ഹോം പേജിലായിരിക്കും നിങ്ങളെത്തുക. അതിൽ 3 ലൈൻസ് മുകളിൽ കൊടുത്തിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹോം പേജ്, ന്യൂ അറൈവൽ, കാറ്റഗറി ഓരോന്നും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും. അതിൽ ന്യൂ അറൈവൽസ് ക്ലിക്ക് ചെയ്താൽ റീസെൻ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് അവൈലബിൾ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റ് കാണും. സീമോർ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും താഴത്തേക്ക് പ്രൊഡക്ട്സ് കാണും. അതിലേതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. ഞാനിപ്പോൾ പറഞ്ഞ പ്രോസസ്സിൽ തന്നെ ഓരോന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇപ്പം യൂട്യൂബിലായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ്, കാരണം കറക്റ്റായിട്ട് ആ ലിങ്ക് വർക്ക് ചെയ്യും. ഫേസ്ബുക്കിലാണെങ്കിലും ലിങ്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്, മുകളിൽ തന്നെ ലിങ്ക് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് സൈറ്റിലെത്തും. ഇങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ബുക്ക് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലാണ് കാണുന്നതെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ബയോയിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ബയോയിൽ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സെയിം ഹോം പേജിലായിരിക്കും വരിക. അവിടുന്ന് നിങ്ങൾക്ക് ന്യൂ അറൈവൽസ് വേണമെന്നാണെങ്കിൽ ആ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ന്യൂ അറൈവൽസിൽ നോക്കുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് എടുത്തിട്ട് അത് അങ്ങ് ഡയറക്റ്റ് അവിടുന്ന് ബുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാറ്റഗറി വൈസ് അല്ലാതെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റ് വൈസ് കിട്ടണമെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ സാരി ആണെങ്കിൽ സാരി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാരിയുടെ അണ്ടറിലുള്ള കോട്ടൺ ടസർ അങ്ങനെ കാറ്റഗറീസ് കിട്ടും. ഇപ്പോൾ ടസറാണ് വേണ്ടതെങ്കിൽ ടസറിൽ ക്ലിക്ക് ചെയ്താൽ ടസർ സാരീസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ ആ മെയിൽ IDയിലേക്ക് മെയിൽ ചെയ്യാം. അല്ലെങ്കിൽ സപ്പോർട്ട് നമ്മുടെ കസ്റ്റമർ സർവീസ് നമ്പേഴ്സ് ഉണ്ട്. ആ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാരിഫൈ ചെയ്ത് തരും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ളത്. എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഈ നമ്പേഴ്സിലേക്ക് കോൺടാക്ട് ചെയ്യാം. നമ്പേഴ്സ് ഞാൻ ഓൾറെഡി ഇതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്.